ഈസ്റ്റളേരി പഞ്ചായത്തിൽ വനിതാ ജിംനേഷ്യവും ആയുർവേദ സബ് സെന്ററും തുറന്നു. സന്ദീപ് വാര്യർ MLA ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് ഈസ് ബ്രോട്ട് യു ബൈ പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ. ഈസ്റ്റളേരി പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചിറ്റാരിക്കലിൽ അനുവദിച്ച വനിതാ ജിംനേഷ്യം സെന്റർ പ്രവർത്തനം തുടങ്ങി. തൃക്കരിപ്പൂർ MLA സന്ദീപ് വാര്യർ ഉദ്ഘാടനം നിർവഹിച്ചു. ആവശ്യമുള്ളത് ഈ ക്രിക്കറ്റ് യുവജനങ്ങളിലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. 60 വർഷമായി. അപ്പൊ 60 വർഷത്തെ പരിക്കുകൾ മുഴുവൻ ഈ മണ്ഡലത്തിലുണ്ട്. 60 വർഷം കൊണ്ട് ഏറ്റിട്ടുള്ള പരിക്കുകൾ, പ്രയാസങ്ങളൊക്കെ ഈ നിയോജകമണ്ഡലത്തിൽ ഞാൻ കാണുന്നു. അതുകൊണ്ട് ഈ നിയോജക മണ്ഡലത്തിന് ഒരു കായിക ചികിത്സ നടത്താനാണ് UDF സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സമ്പൂർണമായിട്ടുള്ള മാറ്റം നമുക്ക് ഈ മണ്ഡലത്തിൽ ആവശ്യമാണ്. ഞാൻ അതിന് ആയുർവേദവുമായി ചേർത്ത് പറഞ്ഞു. ഇവിടെ എന്തായാലും സബ് സെന്റർ മാത്രമാണ്, കൂടുതൽ സൗകര്യങ്ങളാവണമെന്ന് ആവശ്യപ്പെട്ടു. MLA എനിക്കിത് ചെയ്യാൻ സാധിക്കും പരിശോധിച്ച് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യും. അതിനകത്തേക്ക് വല്ല പാർട്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ MLA ഫണ്ടിൽ കൊടുക്കും. ആ രീതിയിലേക്ക് തന്നെ വളർത്തിയെടുക്കാൻ സാധിക്കുമോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. മറ്റൊന്ന് എനിക്ക് പറയാനുള്ളത്, ഞാൻ ബഹുമാനിയായിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റിനോട് ചോദിക്കുകയായിരുന്നു. ഇവിടുത്തെ സ്ഥലത്തിന്റെ ലഭ്യതയെ കുറിച്ച് ചോദിച്ചിരുന്നു. ഞാൻ 2 ദിവസം മുമ്പ് ആർമി റിക്രൂട്ട്മെന്റ് ട്രെയിനിങ് സെന്റർ ഇവിടെ ആരംഭിക്കാം, പഞ്ചായത്തുമായി സഹകരിച്ചുകൊണ്ട് MLA ഭാഗത്തു നിന്നുള്ള സഹായങ്ങൾ ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മേജർ രവി അതുമായിട്ട് സഹകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്കിപ്പോ തോന്നുന്നത് ഈ ജിംനേഷ്യം, അതിൽ ഈ ആർമി റിക്രൂട്ട്മെന്റ് ട്രെയിനിങ് വരുന്ന പെൺകുട്ടികൾക്ക് ആൺകുട്ടികൾക്ക് കൂടി ഉപയോഗിക്കാൻ നിങ്ങൾ പഞ്ചായത്ത് അനുവദിക്കുകയാണെങ്കിൽ ആ ഒരു പഞ്ചായത്തിന്റെ തന്നെ മേൽനോട്ടം തുടങ്ങുന്ന സ്ഥാപനമായതുകൊണ്ട് അതിനോടുകൂടി ചേർത്ത് കഴിഞ്ഞാൽ പകൽ സമയത്തൊക്കെ മിക്കവാറും വെറുതെ എടുക്കുന്ന സംഭവമല്ലേ, അവർ കൂടി ഉപയോഗിക്കുന്ന രീതിയാണെങ്കിൽ നാട്ടിൽ ഒരുപാട് ചെറുപ്പക്കാർക്ക് തൊഴിൽ കിട്ടുന്ന സാധ്യതയിലേക്ക് ഇത് തുറക്കും. കാരണം അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. പഞ്ചായത്തിന്റെ പഴയ ഓഫീസ് കെട്ടിടത്തിലാണ് വനിതാ ജിംനേഷ്യം സെന്റർ. ഇവിടെ തന്നെയാണ് ആയുർവേദ സബ് സെന്ററും പ്രവർത്തിക്കുക. വനിതകളുടെ ശാരീരിക മാനസിക വ്യായാമത്തിന് ഉതകുന്ന സെന്റർ എല്ലാവരും കൃത്യമായി പ്രയോജനപ്പെടുത്തണമെന്ന് MLA പറഞ്ഞു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസഫ് മുത്തോലി സ്വാഗതം പറഞ്ഞു. പല ഫയലുകളും 2 വർഷമാണ് ആരോഗ്യവകുപ്പ് സെക്രട്ടറിയും ആരോഗ്യവകുപ്പ് മന്ത്രിയുടെയും മേശപ്പുറത്ത് തുടങ്ങിയത്. അപ്പോൾ ഈ രീതിയിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായുള്ള രീതിയിൽ ഉള്ള ഫയലുകൾ അടിയന്തരമായി തീർപ്പാക്കുന്ന ഇടപെടൽ ബഹുമാനപ്പെട്ട MLA ഭാഗത്ത് നിന്നും ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു കോർപ്പറേറ്റ് ഒരു ആരോഗ്യ ഹബ്ബായിട്ട് നമ്മുടെ പഴയ പഞ്ചായത്ത് ഓഫീസിനെ മാറ്റുന്നുള്ള ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ഈശ്വരേരി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി മാണി അധ്യക്ഷത വഹിച്ചു. 2 വർഷങ്ങൾക്ക് മുമ്പ് സീനിയർ സിറ്റിസൺ ആവശ്യപ്പെട്ടതനുസരിച്ച് ഒരു ആയുർവേദ സബ് സെന്റർ, നമ്മുടെ സെന്റർ കമ്പല്ലൂരാണ്. വയസ്സായ ആൾക്കാർക്ക് അവിടെ പോയി മരുന്നുകളൊന്നും വാങ്ങാൻ സാധിക്കില്ല. അപ്പോൾ അതിനൊരു സബ് സെന്ററായിട്ട് ഈസ്റ്റളേരി പഞ്ചായത്തിൽ അനുവദിച്ചു കിട്ടിയാൽ നല്ലതാണെന്നുള്ള ഭരണസമിതിയുടെ ഒരു നിഗമനമാണ് ഇന്നിവിടെ ആയുർവേദ സബ് സെന്റർ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ ഇടയായത്. ഇല്ല എങ്കിൽ പോലും ഈ ഭരണസമിതിയുടെ സമയത്ത് വേണ്ട ഇടപെടൽ നടത്തി ആ സബ് സെന്റർ ഇവിടെ നമ്മുടെ പഴയ, നമുക്കറിയാം, കുറച്ച് അസൗകര്യമുള്ള ഉണ്ടായിരുന്നുകൊണ്ട് നമ്മുടെ പുതിയ കെട്ടിടത്തിലേക്ക് പഞ്ചായത്ത് മാറിയപ്പോൾ ഒന്നുമല്ലാതായി പോയ ഒരു പഞ്ചായത്ത് കെട്ടിടത്തെ പഞ്ചായത്തിന്റെ പൗരാവകാശ രേഖയും ജിംനേഷ്യം ബൈലോയും MLA പ്രകാശനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം ബിൻസി ജെയിൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സോണിയ വേലായുധൻ, ഡൊമിനിക് കൊയ്ത്തുരുത്തിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുജ അനീഷ്, പഞ്ചായത്ത് അംഗം സിന്ധു തുടങ്ങിയവരും വിവിധ രാഷ്ട്രീയ പ്രതിനിധികളും ആശംസാ പ്രസംഗം നടത്തി. അതോടൊപ്പം ഒരു സബ് സെന്ററിന്റെ ആയുർവേദ സബ് സെന്ററിന്റെയും കൂടി ഒരു ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുകയാണ്. നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഒരു എന്താ പറയാ, നമുക്കിവിടെ അടുത്ത് കമ്പല്ലൂർ ഡിസ്പെൻസറി ഉണ്ട്, ആയുർവേദ ഡിസ്പെൻസറി ഉണ്ട്. നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക. 2023 ഏപ്രിൽ 1 മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ HUID നിർബന്ധമാക്കിയിരിക്കുന്നു. 100% ആഭരണങ്ങളും HUID മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ, ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ.